എല്ലാവർക്കും നമസ്കാരം. ലൈവിൽ ഇപ്പോൾ നടന്ന ഒരു കാര്യമൊക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അധികം പേര് അനുമോൾക്കെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ കുത്തിത്തിരിപ്പ് വന്നിട്ടുണ്ടല്ലോ. കുത്തിത്തിരിപ്പ് അവിടെ ഇരുന്നൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. വളരെ കാര്യഗൗരവത്തിൽ പറയുന്നുണ്ട്. സാബു മോനില്ലേ വന്ന് ബാത്റൂമിൽ ഒളിപ്പിച്ചിരുത്തില്ലേ ആര്യനും അക്ബറും ഒക്കെ കൂടെ. അന്ന് അനുമോൾ പുറത്ത് നിന്ന് സൗണ്ട് കേട്ടിട്ട് സാബു മോനെന്ന് തിരിച്ചറിഞ്ഞില്ലേ? അതെങ്ങനെ അറിഞ്ഞു? വല്ലാത്തൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ആ ഭാഗം ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. ഞാൻ കാണിക്കുന്ന ഭാഗത്തിൻ്റെ ലാസ്റ്റ് ഭാഗം അതാണ്. അതെങ്ങനെ അറിഞ്ഞു? ശരിക്കും ഒരു ടാസ്ക് ലെറ്റർ വായിച്ചാൽ പോലും മനസ്സിലാക്കാത്ത അനുമോൾ എങ്ങനെ സാബുമോൻ തമിഴിൽ പറഞ്ഞിട്ടും മനസ്സിലാക്കി? അതിൻ്റെ അകത്ത് എന്തോ കുനിഷ്ടുണ്ട് കേട്ടോ. നമുക്ക് ആർക്കും അറിയാൻ മേലാത്ത എന്തോ ഒരു കുനിഷ്ടുണ്ട്. അപ്പോൾ അത് ആദില ചോദിക്കുന്നു, പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു തരണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അനുമോളും മുൻഷിയുടെ അവിടെ നിന്ന് സംസാരിച്ച് മുൻഷി അവസാനം ലാസ്റ്റ് അനുഗ്രഹിച്ചൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിരിക്കുന്ന ആദില, ബിന്നി ഇവർക്ക് തീരെ പിടിക്കുന്നില്ല. അപ്പം അമ്പലവാസി പെൺകുട്ടിയായിട്ട് അഭിനയിക്കും, ഇനി പുറത്തിറങ്ങി അഭിനയിക്കും. ബിൻസി പറയുന്നു, ഞങ്ങൾ സീനിയേഴ്സ് എല്ലാവരോടും ഇങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേനും ഇവിടെ ഒറ്റൽപ്പടൽ തന്ത്രം ഇറക്കി എവിടെയെങ്കിലും മാറിയിരിക്കും, നേരത്തെ അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ കുറ്റം പറയുക. അപ്പോൾ ഒന്ന് കേൾക്കാം. ഇറങ്ങിയ 50 എപ്പിസോഡ് കഴിഞ്ഞ് ഞാനൊരു ഉടുപ്പോ പട്ട് സാരി ഉടുത്തിട്ട് അമ്പലവാസി കുട്ടി അല്ല മറ്റേ കുലസ്ത്രീ കുട്ടിയായിരുന്നു. ഡൗൺ ടു എർത്താവണേ. ഔട്ട് ഉടുത്ത് പക്ഷെ ഈ സാധനങ്ങൾ പുറത്തു പോയിട്ട് ത്രൂ ഔട്ട് ഞാൻ അഭിനയിച്ചു കിട്ടാൻ പറ്റോടാ. ഞാൻ ഒരു ആക്ടറായോണ്ട് ചോദിക്കുക. എന്റെ പ്രൊഫഷൻ അല്ല, നീ അല്ല പോട്ടെ. ആ കുഴപ്പമൊന്നുമില്ല, ടയർഡാവില്ല. ഇവിടെ അതില്ല, ത്രൂ ഔട്ടാണ്. അപ്പൊ ഇവിടെ ത്രൂ ഔട്ട് അപ്പൊ അങ്ങനെ പറ്റുമല്ലേ? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇത് കാണിക്കുന്നു, ചോദിക്കുന്ന കേട്ടില്ലേ? ത്രൂ ഔട്ട് അഭിനയിച്ച് നിൽക്കാൻ പറ്റുമെന്ന് ബിന്നിയോട് ചോദിക്കുന്നു. ബിന്നി അത് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ത്രൂ ഔട്ടായിട്ട് അവിടെ അമ്പലവാസി പെൺകുട്ടി കുലശ്രീ ആയിട്ട് അനുമോള് അഭിനയിച്ച് നിന്നു എന്നാണ് ആദില പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് അടുത്തത് പറയുന്നുണ്ട്, ഈ പ്രൊപ്പോസ് ചെയ്തല്ലോ അനീഷിനോട് നോ പറയാതെ ലാലേട്ടൻ വന്നപ്പോൾ ശരിക്കും പറയുകയൊക്കെ ചെയ്തായിരുന്നു അനുമോള്. എന്നാലും ഇപ്പോൾ പറയുന്നവർ നോ പറഞ്ഞിട്ടില്ല. പുറത്തുനിന്ന് പറഞ്ഞു യെസ് ഓർ നോ എന്നുള്ളത് നോ പറഞ്ഞില്ല. പക്ഷേ ഞാൻ സഹോദരനെ പോലെ കാണുന്നൊക്കെ അനുമോളെന്ന് പറഞ്ഞിരുന്നു ലാലേട്ടന് മുന്നിൽ വെച്ച്. എന്നാലും ഇവർ പറഞ്ഞില്ല. അതിൻ്റെ കാരണം അനീഷിൻ്റെ ആർമിയുടെ അറ്റാക്ക് ഉണ്ടാവുന്നതാണെന്ന് അനുമോള് ആദിലയോട് പറഞ്ഞിരുന്നു. ഇപ്പം ഇനി എന്തെല്ലാം രഹസ്യം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ വിളിച്ചു പറയും. എന്നാൽ അനുമോൾ എവിടെയെങ്കിലും പോയിരുന്നു ഇവരുടെ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല കേട്ടോ. ഈ ഷാനവാസും ഇവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തേലും രഹസ്യമൊക്കെ പരദൂഷണം പാര വെക്കും എന്താണേലും. കുറ്റം പറിച്ച് നിനക്ക് തോന്നിയില്ല വലിപ്പിക്കാനാണ്ടിട്ട് ഒരു ക്ലാരിറ്റി വെക്കാത്ത? എന്നോട് അവള് മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ ഈ ചേട്ടന്റെ ആർമി അറ്റാക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത്. എനിക്ക് ആ പേടിയുണ്ട്. അതെ, മര്യാദ മനസ്സ് ശരിയാ. അങ്ങനത്തെ ഒരാളാണ്. ഞാൻ വഴക്കിൽ വിളിച്ചു ഉണ്ണിയുണ്ടായിരുന്നു ആ സമയത്ത്. അയാളെ ഓരോന്ന് കയ്യും കലാശവും കാണിച്ച് ഓരോന്ന് പറഞ്ഞ് തുടക്കം വിട്ടാൽ ഇവളാ, ഏറ്റവും തുടക്കം വിട്ടാൽ ഇവളാ. ചെറുതായിട്ട് ചെയ്താൽ അത് കൂട്ടാക്കും, ചിലത് ചെയ്താൽ അത് വളർത്താക്കും. ഞങ്ങൾ റീ എൻട്രി ഇവിടെ കയറി അന്നോട്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഞാനത് പല സ്ഥലത്തും പല സോഷ്യൽ മീഡിയയിലും ഞാൻ കമന്റ് കണ്ടു. റീ എൻട്രിക്ക് വരുന്ന എല്ലാവരും കൂടെ
ചോദിക്കട്ടെ, അന്ന് സാബുചേട്ടൻ വന്നപ്പോഴേ നല്ലതാണ്. സാബുചേട്ടൻ സാബുചേട്ടൻ വന്നപ്പോൾ പിടിക്കാൻ പോയപ്പോൾ നീ ഉണ്ടായിരുന്നില്ലേ? എന്ത് പിടിക്കാൻ? അപ്പോൾ കുത്തിരിപ്പ് ബിന്നിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അനീഷേട്ടനെ ഇട്ട് അനുമോള് വലിപ്പിച്ചു. അതാണ് ബിന്നിയുടെ വലിയ സങ്കടം, അതാണ് വലിപ്പം. അപ്പോൾ അതിൽ പറയുന്നു അവൾ തുറന്നു പറയാതെ വലിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അനീഷേട്ടൻ്റെ ആർമിക്കാരെ ഭയന്നാണെന്ന് പറയുന്നത്. ഇവളാണ് കയ്യും കോപ്രായം കാണിച്ച് ഇങ്ങനെ അയാളെ ഇങ്ങനെ ആക്കിയെന്ന് ബിൻസി എവിടെയെന്ന് പറയുന്നുണ്ട്. അവിടെ ആ ഒരു പോയിന്റ് മാത്രം ഞാൻ സമ്മതിച്ചു കൊടുക്കും കേട്ടോ. തമാശയാവാം, ഓവറാവരുത്, എവിടെയെങ്കിലും ഒരു ലിമിറ്റ് വെക്കണം, അവിടെ അത് നിർത്തണം. ഫ്രൈഡേ ഒന്നും ഒരിക്കലും ലൈവില്ല. ആ ഫ്രൈഡേ ലൈവ് ഇല്ലാത്ത ദിവസം കൂടെ അനുമോൾ ഈ കോപ്രായം കാണിച്ചു. അനുമോൾ തന്നെ അത് പറഞ്ഞാണ്, ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. അതിലാണ് അയാൾ കൂടുതൽ വിശ്വസിച്ച് പോയെന്ന് പറയുന്നത്. ചിലപ്പോൾ അയാളുടെയും ഗെയിമാകാം, അനുമോൾ ഇങ്ങോട്ടെടുത്ത ഗെയിം അയാൾ തിരിച്ചെടുത്തതും ആവാം. എന്താണേലും ആ കോപ്രായം ഒന്നും കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഒരു ദിവസം എങ്ങാനും കാണിക്കാൻ ചുമ്മാ ലാലേട്ടൻ പറഞ്ഞു പോയതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അതങ്ങോട്ട് നീക്കുന്നത്, സ്റ്റോപ്പ് ഇടേണ്ടടുത്ത് സ്റ്റോപ്പ് ഇടാതെ അത് മുന്നോട്ട് പോയി. അപ്പോൾ ഇപ്പം കുത്തിത്തിരിപ്പ് പറയുന്നുണ്ട്, ചിലർ കാണിച്ചാൽ അത് ക്യൂട്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവളുമാർ ഈ ഇരുന്ന് പറയുന്ന ഒന്നും നല്ല ഉദ്ദേശത്തിലല്ല. അനുമോളുടെ ഭാഗത്ത് തെറ്റ് ശരിയൊക്കെ ഉണ്ടാവും. ഞാൻ ഉച്ചയ്ക്കും പറഞ്ഞു, അനുമോൾ ചെയ്ത എല്ലാം ഡീസൻ്റ് അതൊന്നും പറയാൻ പറ്റില്ല. ഡീസൻ്റ് അല്ല, അത്യാവശ്യത്തിന് കുറ്റങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇവളുമാരിരുന്ന് പറയുന്നത് കേട്ടോ, നമ്മളെല്ലാവരും കൂടെ വരുമ്പോഴത്തേനും ഒറ്റപ്പെടലായിരിക്കും എടുക്കാൻ പോകുന്നത്. ഒരു വ്യക്തിയോട് എന്തോരം കുശുമ്പാല്ലേ എനിക്ക് തോന്നുന്നത്. അങ്ങനെ കേട്ടോ, ഭയങ്കര കുശുമ്പാണ് അനുമോളോട്. എന്താണെന്ന് ചോദിച്ചാൽ അനീഷ് ഓർ അനുമോൾ ഇവരിൽ ആരെങ്കിലും വിജയിക്കുമോ എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ചർച്ച. അപ്പം ഈ പെൺകുട്ടികളായതുകൊണ്ട് അനുമോൾ ഒരു കാരണവശാലും വിജയിക്കരുതെന്നുള്ള ഒറ്റ തീരുമാനത്തിൽ അനീഷിനോടും അക്ബറിനോടും ആരോടേലും ആയിക്കട്ടെ. അത് ഇനി ഇപ്പം പറയാം. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ് ബിന്നിൻ്റെ ലാസ്റ്റ് പറയുന്നത്. സാബുച്ചേട്ടൻ വന്നപ്പോൾ അനുമോൾ എങ്ങനെ മനസ്സിലാക്കി, അതിൻ്റെ അകത്ത് എന്ത് കുനിഷ്ടാണ്, എന്ത് കുത്തിത്തിരിപ്പാണ് ബിന്നി കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. സാബുച്ചേട്ടനെ ഒരു ടാസ്ക് ലെറ്റർ വായിച്ചാൽ മനസ്സിലാകാത്ത അനുമോൾ സാബുച്ചേട്ടൻ തമിഴിൽ പറഞ്ഞിട്ടും സാബുച്ചേട്ടൻ്റെ സൗണ്ട് എങ്ങനെ മനസ്സിലാക്കി. അപ്പോൾ അത് പറയുന്നുണ്ട് ആദില, ഇനി പുറത്തിറങ്ങിയിട്ട് പറയണേ അതെന്താണെന്നുള്ളത്, അതിൻ്റെ അകത്ത് എന്ത് കുത്തിത്തിരിപ്പാണെന്നറിയില്ല. ഇത് കഴിഞ്ഞപ്പോൾ ബിൻസിയും അപ്പാനിയും എല്ലാം അവിടെ ലൈവിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞത് ജനങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത്രയായെന്ന്. അതായത് ഇന്നലെ ഇവരെല്ലാവരോടും കൂടി പറയുന്നില്ലേ, അനുമോള് കാരണം ഹൗസിലെ മത്സരാർത്ഥികളുടെ എല്ലാവരുടെയും ജീവിതം പോയി, അനുമോൾക്ക് തമാശ, ഞാനും ഒപ്പാനെയും കൈപിടിച്ചപ്പോൾ നീ അത് എങ്ങനെ പറഞ്ഞില്ലേ, നീ അനീഷിനോട് കോപ്രായം കഴിച്ചോ അത് തമാശ, നിനക്കത് തമാശ എന്നൊക്കെ പറഞ്ഞ് കുറേ, നീ ഇവിടെ PR കൊണ്ടല്ലേ നിൽക്കുന്നേ, ഇല്ലായിരുന്നേ നീ ആദ്യത്തെ ഒരാഴ്ച നീ കരച്ചിലല്ലേ, പിന്നെ ആരോ വന്ന് പറഞ്ഞപ്പോൾ നീ കരച്ചിൽ മാറ്റിയതല്ലേ, ഇങ്ങനെയെല്ലാം ബിൻസി ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ വഴക്കിലൂടെ ഇവന് പുറത്ത് വിട്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം അപ്പാനി കുറച്ച് മുന്നേ ബിൻസിയോട് പറയും, ഇന്നലെ നമ്മൾ പറഞ്ഞതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത്രയും ഭാഗ്യം എന്ന്. അതുപോലെ പുറത്തിറങ്ങിയിട്ട് ബിൻസിയെ ഒന്ന് കാണാൻ പോകാൻ പോലും അപ്പാനിക്ക് പേടിയായിരുന്നു, ആരെയും കൂട്ടിപ്പോയെന്നോ സംസാരിക്കാൻ. അത് അതിലെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അയ്യോ എന്തൊക്കെയാണോ കേൾക്കേണ്ടി വരിക. ഏതായാലും ഇതെല്ലാം കണ്ട് ചിരിച്ച് ബിഗ് ബോസ് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.